നിങ്ങളുടെ നാട്ടിൽ ഈ പരിപാടിക്ക് എന്താ പറയുക? മകന് 1 വയസ്സായ സമയത്ത് പല്ലെല്ലാം വന്നു, മുകളിലും താഴ്ത്തായിട്ട് രണ്ട് പല്ലുകൾ വന്നു. പല്ല് വന്ന സമയത്ത് പല്ലട വയ്ക്കാന്ന് പറയും. നിങ്ങളുടെ നാട്ടിലും ഈ പരിപാടിക്ക് ആ പേര് തന്നെയാണോ പറയുക? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അവന് ആളുകളെല്ലാം കൂടി നിൽക്കുന്ന കണ്ട സമയത്ത് അതിൻ്റെ അടുത്തേക്ക് പോകാനൊരു പേടി. അതിൻ്റെ അടുത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസുകളെല്ലാം അവിടെ ബെഡിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ആ ബെഡിൻ്റെ മുകളിൽ വെച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ, അതുപോലെ തന്നെ നോട്ട്ബുക്ക്, പിന്നെ കുറച്ച് പൈസ വയ്ക്കും, അതേപോലെ തന്നെ സ്വർണ്ണമാല, കത്തി, കരി, മൊച്ചുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവനക്ക് തിരഞ്ഞെടുക്കാം. ഇത് അവൻ്റെ ഭാവിയെക്കുറിച്ച് നിർണ്ണയിക്കുന്നൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു ബാക്കിൽ പറയുന്ന സ്റ്റോറി. അതെന്താണെന്നുള്ള കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും അതിനെ ബേസ് ആയിട്ടുള്ളൊരു സംഭവമാണത്. അപ്പോൾ അവനെ അവിടെ കൊണ്ടുപോയി ഇരുത്തി കൊടുത്തു. പക്ഷേ അവനക്കത് എടുക്കാനൊരു പേടിയായി. നോർമലി എന്ത് കണ്ടാലും പെട്ടെന്ന് പോയി എടുക്കുന്ന ഒരാൾ ഇത്ര ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ ഇത് എടുക്കാനൊരു വലിയൊരു മടിയുണ്ട് മൂപ്പർക്ക്. എന്താണ് ആളുകൾ എന്ത് വിചാരിക്കും, നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള സംഭവമാണല്ലോ, അത് കുട്ടിക്കുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനെങ്ങനെ എടുത്ത് പോയാൽ ആരെന്ത് വിചാരിക്കുമെന്നുള്ളത് ചിന്തിച്ചിട്ട്. ഒരുപാട് നേരം അവനെ അതിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി ഇരുത്തി കൊടുത്തു. അതിനിടയിൽ അവൻ എണീറ്റ് പോയി പല സംഭവങ്ങളും ചെയ്തു. അവസാനം അവൻ എന്താക്കി, അവനക്ക് ഇഷ്ടപ്പെട്ട സാധനം അവൻ ആദ്യം തന്നെ എടുത്തു. പെണ്ണെടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യം ചോദിച്ചു, ഇത് കൊണ്ടാന്നുള്ള രീതിയിൽ ചോദിച്ച സമയത്ത്, അല്ലെങ്കിൽ അത് എടുത്തതാന്നുള്ള കൈ ഇങ്ങനെ കാണിച്ച സമയത്ത് പിന്നെ അവനക്ക് ഇഷ്ടപ്പെട്ട എന്താ അറിയില്ല, ആ കീൻ്റെ സെറ്റാണ് മൊത്തത്തിൽ, താക്കോൽ കൂട്ടം. അത് അവർ എടുത്തു കൊടുത്ത് അത് രണ്ടും അവൻ്റെ വാങ്ങിയ സമയത്ത് അവനിങ്ങനെ മുഖത്ത് നോക്കുന്നു, ഇനി എന്താ എടുക്കാന്നുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ക്യാഷ് കൊടുത്തു. ഈ 3 സാധനങ്ങൾ എന്ന് വെച്ചാൽ 3 സാധനങ്ങളാണ് ഇതിൽ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത 3 സാധനങ്ങൾ അവൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതാണ് പറഞ്ഞത്. 3 കൂടി കൂട്ടി വായിക്കുമ്പം അപ്പം പെന്നുകൊണ്ട് എഴുതി കാശുണ്ടാക്കി അലമാരിൽ വെച്ച് അവിടെ നിന്ന് ആവശ്യമുള്ള സമയത്ത് ആളുകൾക്ക് എടുത്തു കൊടുക്കുന്നു. അങ്ങനെയാണോ അറിയില്ല. എന്തായാലും ഹാപ്പി ആയിട്ടൊരു കേക്ക് കട്ട് ചെയ്തു. ആ പരിപാടി അങ്ങ് നമ്മൾ നടത്തി.